പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പെൺകുട്ടി വീണ്ടും വനിതാ കമ്മീഷന് പരാതി നൽകി. രണ്ടാമതും അതിക്രമം നേരിട്ട സാഹചര്യത്തിലാണ് പരാതി നൽകിയത്. ഇന്നലെ കോഴിക്കോട്ട് നടന്ന സിറ്റിംഗിലാണ് പരാതി നൽകിയത്. ആദ്യത്തെ അതിക്രമത്തെക്കുറിച്ചുള്ള പരാതി എറണാകുളം ജില്ലയിലായിരുന്നു നൽകിയത്. സാനിയോ മനോമി നൽകും കൂടുതൽ വിവരങ്ങൾ. സാനിയോ മനോമി, ആദ്യം നൽകിയ പരാതിയിലുണ്ടായ ട്വിസ്റ്റ് കാരണം എല്ലാവരും ആദ്യം ഒന്ന് മടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവർ തന്നെ ധൈര്യത്തോടെ രംഗത്ത് വന്ന് പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണോ? അതായത് ഇന്നലെ കോഴിക്കോട് വെച്ച് നടന്ന വനിതാ കമ്മീഷന്റെ സിറ്റിംഗിലാണ് പെൺകുട്ടി വീണ്ടും പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യത്തെ പരാതിയുടെ നാടകീയതയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് ആദ്യം ഗാർഹിക പീഡനം ഉണ്ടാകുന്നു, അതിനുശേഷം പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നു. പക്ഷേ പിന്നീട് അത് അവർ കോംപ്രമൈസ് ആവുകയും അതിനുശേഷം ഈ വരൻ എന്ന് പറയുന്നയാൾ നാട്ടിൽ നിന്ന് വിദേശത്ത് നിന്ന് നാട്ടിലെത്തുകയും അതിനുശേഷം ഹൈക്കോടതിയിൽ വെച്ച് കേസ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് പെൺകുട്ടി വീണ്ടും പന്തീരാങ്കാവിലെ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ താമസം തുടങ്ങിയത്. ശേഷം വീണ്ടും ഒരു അതിക്രമം ഉണ്ടായി, അതിക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് പരാതി. പക്ഷേ അന്ന് പെൺകുട്ടി പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. പോലീസ് എത്തി നിർബന്ധിച്ചിട്ട് പോലും പെൺകുട്ടി പോലീസിൽ പരാതി നൽകാൻ തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ വന്നതിന് ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകാൻ തന്നെ തയ്യാറായത്. കാരണം ഇത് ഒത്തുതീർപ്പാക്കാനാണ് അന്നും പെൺകുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും പെൺകുട്ടി വനിതാ കമ്മീഷന് മുന്നിൽ പരാതിയുമായി എത്തുമ്പോൾ ഈ പരാതിയുമായി ഗൗരവത്തോടെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് വനിതാ കമ്മീഷൻ അടക്കം പറയുന്നത്. അവർ ഈ പരാതി ഗൗരവമായി കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. ആദ്യം പരാതി ഉണ്ടായപ്പോൾ പെൺകുട്ടിയുടെ നാട് പറവൂരിലാണ്. ആ സമയത്ത് പെൺകുട്ടി വനിതാ കമ്മീഷന് മുൻപിൽ എറണാകുളത്താണ് പരാതി നൽകിയിരുന്നത്. ആ പരാതി അത്ര ഗൗരവമായി കണ്ടിരുന്നു എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഈ കോഴിക്കോട് ഇന്നലത്തെ സിറ്റിംഗിൽ നൽകിയ പരാതി അതീവ ഗൗരവമായി കാണുന്നു എന്നാണ് വനിതാ കമ്മീഷൻ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനോടക്കം റിപ്പോർട്ട് തേടുകയും മറ്റും ചെയ്യുമെന്ന് പറയുന്നു. ഏതായാലും നിലവിൽ ഈ വിഷയത്തിൽ കേസുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഉടൻ തന്നെ റിപ്പോർട്ട് കൊടുക്കാൻ നിർബന്ധിതരാകും. ഏതായാലും ആദ്യം ഒരു കുട്ടിക്കളിയായി തുടങ്ങിയെങ്കിലും പിന്നീട് വലിയ സമ്മർദ്ദമൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കണം പെൺകുട്ടി പരാതി നൽകിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിക്രൂരമായ മർദ്ദനമാണ് പെൺകുട്ടി ഏറ്റിരുന്നത് എന്നതിൽ പോലീസിനും യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഭർത്താവിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പെൺകുട്ടി ആദ്യഘട്ടത്തിൽ പരാതിയില്ല എന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് വീണ്ടും പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. തീർച്ചയായും സാനിയോ മനോമിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.